ഒരു ഓൺട്രപ്രണർ എന്ന രീതിയിൽ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് അത് വർക്കിനകത്തേക്ക് അല്ലെങ്കിൽ ഈ ബാലൻസ് ചെയ്യുമ്പോൾ ഈ വർക്ക് ലൈഫ് ബാലൻസിനകത്ത് ഭാഗമായിട്ട് ഇങ്ങനെയുള്ള ഹൈക്കുകൾ ചെയ്യുന്ന സമയത്ത് അത് ബിസിനസ്സിനകത്തേക്ക് അല്ലെങ്കിൽ വർക്കിനകത്തേക്ക് എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത് നോക്കാറുണ്ടോ? അതെന്തെങ്കിലും ഒരു റെസിപ്രോക്കേറ്റ് ചെയ്യാറുണ്ടോ? ഡെഫിനറ്റ്ലി. കാരണം അവിടെ ഞാൻ പറഞ്ഞില്ല, അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരുപാട് ലെസൺസ് ഉണ്ട്. ലെസൺസ് ഫ്രം ദ മൗണ്ടൻസ് അല്ലെങ്കിൽ ലെസൺസ് ഫ്രം ദ നേച്ചർ. കാരണം നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, പ്രകൃതിയാണ് നമ്മൾ എന്നുള്ളത്. പ്രകൃതിയോട് നമുക്ക് കളിക്കാൻ പറ്റില്ല എന്ന്. അത് നമ്മുടെ ലൈഫ് എന്നായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ കുറേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഇത് നടന്നില്ലെങ്കിൽ എന്താണ്, ഇപ്പൊ ഇങ്ങനെ പോലെ നടന്നില്ലെങ്കിൽ എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് അതിന്റെ എനിക്ക് ദേഷ്യം വരല് കുറച്ച് കുറവാണ്. അപ്പൊ അതൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നൊരു ഭാഗമാണ്. കാരണം ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു റിയലൈസേഷൻ നമുക്ക് ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ കുറേ കൂടി ആളുകളെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഒരു എന്താ പറയുക, ഒരു ടീം വർക്കിന്റെ ഇമ്പോർട്ടൻസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്നത്. ഒരു ടീം വർക്കിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഒരു ട്രാവലിലൂടെയോ അതല്ലെങ്കിൽ ഒരു ട്രക്കിലൂടെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഒരു കാര്യം അച്ചീവ് ചെയ്യണമെങ്കിൽ, ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു ഭയങ്കര സൂപ്പർ പവറുള്ള എന്റർപ്രണർ മാത്രം വിചാരിച്ചാൽ പോരാ. ഇപ്പോൾ അടുത്ത് വന്ന സംഭവമാണ് ഈ നാരായണമൂർത്തിയുടെ ഇവരുടെയൊക്കെ ആൾക്കാർ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് പറയുന്നുണ്ട്, നമ്മൾ അവർക്ക് വർക്ക് ചെയ്ത് അവർക്കൊരു വിഷൻ ഉണ്ടായിട്ട് മാത്രം പോരല്ലോ, നമ്മൾ ആൾക്കാർ വേണ്ടേ? പറയുമ്പോൾ അവർക്ക് ശമ്പളം അവർ പറയും നമ്മൾ ശമ്പളം കൊടുക്കുന്ന വർക്ക് ചെയ്തൂടെ? അതുകൊണ്ട് കാര്യമില്ല. അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇതാവണത് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യം. അങ്ങോട്ടും വൈസ് വേഴ്സ. അപ്പോൾ ഒരാളുകൊണ്ട് മാത്രം, അവർ മാത്രമല്ല, ടീം ഹെഡ് മാത്രമല്ല, ടീം വർക്കാണ്. അതിന് ഒരാളുടെ കോൺട്രിബ്യൂഷൻ എത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് എല്ലാവരുടെ കോൺട്രിബ്യൂഷൻ. ഇപ്പോൾ ഒരു ഓണറിന്, ബിസിനസ് ഓണറിന് പൈസയുണ്ട്, വിഷൻ ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ ഈ ഒരാൾക്ക് എല്ലാ കഴിവും ഉണ്ടായിക്കൊള്ളുന്നില്ല. ആൾക്ക് HR ക്വാളിറ്റീസ് ഉണ്ടാവില്ല, ഫൈനാൻസ് ക്വാളിറ്റീസ് ഉണ്ടാവില്ല, പ്രൊഡക്ഷനിലുള്ള നോളജ് കുറവായിരിക്കും, പിന്നെ ഡിസ്പാച്ചിൽ ലോജിസ്റ്റിക്സിലുള്ള നോളജ് കുറവായിരിക്കും. അപ്പൊ അതിലെല്ലാം ആൾക്കാർ വന്നാലേ ഈ ഒരു വിഷൻ അച്ചീവ് ആവുള്ളൂ. വിഷൻ കറക്റ്റായിട്ട് നമ്മൾ ടീമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആ ഒരു സിങ്ക്. എനിക്ക് തോന്നുന്നു ഈ സിങ്ക് ഇപ്പോൾ ഹൈക്കിന്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ശരിക്കും ഒരു ഹൈക്ക് പോലുള്ള ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും ടീം വർക്കിനകത്ത് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്ലാനിങ്ങിനകത്ത് പ്രിപ്പറേഷനകത്ത് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഒരു റിസ്കിനെ മിറ്റിഗേറ്റ് ചെയ്യുന്നതിനകത്ത് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അൺനോൺ ടെറൈനിലേക്കാണല്ലോ പോകുന്നത് അല്ലേ? എനിക്ക് തോന്നുന്നു ഈ പ്രാക്ടീസസ് എല്ലാം ബിസിനസ്സിനകത്തേക്ക് പകർത്താൻ പറ്റും. അപ്പോൾ അത് ഇതുപോലുള്ള ഗുണങ്ങൾ എനിക്ക് തോന്നുന്നു വർക്ക് ലൈഫ് ബാലൻസിനകത്ത് ഉണ്ടാകുന്ന നല്ല കാര്യങ്ങൾ ബിസിനസ്സിനകത്തേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. ഇതിപ്പോ ഈ ഒരു പാഷൻ ഇൻ ബിസിനസ്, ഞാനിപ്പോ ട്രാവൽ ഒരു ബിസിനസ് ഉണ്ടല്ലോ എനിക്ക്, അത് തുടങ്ങാൻ കാരണം തന്നെ ഞാൻ ഇതുപോലൊരു യാത്രയുടെ ഇടയിൽ വന്നൊരു തോട്ടാണ്. സിമ്പിൾ തോട്ടാണ്, വേറെ ഒന്നുമല്ല. നമ്മൾ ടൂർ ഓർഗനൈസേഴ്സ് ഓരോന്ന് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ഞാനാണോ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൗ ക്യാൻ ഐ മേക്ക് ഇറ്റ് ഇൻ എ ഡിഫറെന്റ് വേ, അതല്ലെങ്കിൽ കുറച്ചും കൂടി ഫണ്ണായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചും കൂടി ആൾക്കാരെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ആ ഒരു യാത്രയിലാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ആ ഒരു ജേർണിയിലും പിന്നീട് വരുന്നൊരു ജേർണിയിലും ഞാൻ കുറച്ചും കൂടി ആ രീതിയിൽ ഞാൻ ഒബ്സർവ് ചെയ്ത് തുടങ്ങി. വാട്ട് ഇഫ് ഐ ഓർ മൈ ടീം ഇസ് ഡൂയിങ് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കുന്നുണ്ട് ആ ഒരു തോട്ടിൽ നിന്നാണ് വൈ നോട്ട് എസ്. എന്തായാലും നമ്മൾ ട്രാവൽ ചെയ്യുന്നത് നമുക്ക് എന്തുകൊണ്ട് ഇതിൽ നിന്നും നമുക്ക് വലിയൊരു ലാഭം ഉണ്ടാക്കാനല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിന് കുറേ കൂടി എഡ്യൂക്കേറ്റ് ചെയ്യാനും ട്രക്കിങ്ങിനെയും ഈ അഡ്വഞ്ചർ ടൂറിസിനെയും കൂടി കുറേ കൂടി ആളുകളിലേക്ക് പരിചയപ്പെടുത്താനും അവരെ കുറേ കൂടി ഇതിന്റെ ഭാഗമാക്കാനും അതിന്റെ ബെനിഫിറ്റ് എല്ലാവർക്കും എൻജോയ് ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ കുറേ കൂടി ഒരു ഫൺ ആയിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. തീർച്ചയായിട്ടും.